ആഷിക ജനനായകൻ വിജയ് ഫാൻസും കേരളവും എന്തിന് ഇന്ത്യ തന്നെ ഒന്നാകെ കാത്തിരുന്ന വിജയുടെ അവസാന ചിത്രം. വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന് മുൻപേ ജനനായകൻ വരുന്നു. ആ പടത്തിന് ജനനായകൻ എന്ന് പേരിടുന്നു. നമുക്കറിയാവുന്നതാണ്. ആരാധകരെ തൻ്റെ ബസ്സിന് മുകളിൽ കയറി നിന്നുകൊണ്ട് സെൽഫി എടുത്ത് 2 തവണ വൈറലായ വിജയ്. ആ സിനിമയുടെ പേരിൻ്റെ ഒപ്പം തന്നെ അത്തരത്തിലൊരു ചിത്രവും കൂടിയുണ്ട്. ജനനായകൻ എന്ന എഴുത്തിൻ്റെ മുകളിൽ സെൽഫിയുമായി നിൽക്കുന്ന വിജയ്. ടീസറൊക്കെ ഭയങ്കര ആവേശമായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ പടത്തിൻ്റെ റിലീസ് ഡേറ്റിൽ പടം എത്തുന്നില്ല. പടത്തിനെതിരെ കേസ് വരുന്നു. സെൻസർ ബോർഡ് പടം തടയുന്നു. അതിനുശേഷം പിന്നീട് പലതവണ റിലീസ് വയ്ക്കുന്നു. പക്ഷേ ഇപ്പോൾ ട്വിറ്ററിലും എക്സിലുമായി ആ ചിത്രത്തിൻ്റെ പല രംഗങ്ങളും പരന്നു നടക്കുകയാണ്. വിജയുടെ ഇൻട്രോ, ഇൻ്റർവൽ, ക്ലൈമാക്സ്, ഫൈറ്റ് എന്നിവയടക്കം. ഇത് ശരിക്കും പറഞ്ഞാൽ എവിടെ നിന്നാണ്? സെൻസർ ബോർഡിൽ നിന്നാണ് ഈ ചിത്രം ലീക്ക് ആയിട്ടുള്ളത്, അതോ ആരെങ്കിലും മനഃപൂർവ്വം ഈ ചിത്രത്തെ ലീക്ക് ചെയ്തതാണോ? ചേട്ടാ, സെൻസർ ബോർഡിൽ നിന്ന് ലീക്കായി എന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കുന്നില്ല. കാരണം ഈ സെൻസറിങ്ങിന് ശേഷം സിനിമ അണിയറ പ്രവർത്തകർക്ക് തന്നെ ഈ പ്രിന്റ് കൈമാറിയിട്ടുണ്ട് എന്നാണ് സെൻസർ ബോർഡിന്റെ വാദം. ഒരുപക്ഷെ അവർ തന്നെ തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഈ സിനിമ ജനങ്ങളിലേക്ക് എത്തും എന്നുള്ള ഉറപ്പോടെ ആയിരിക്കാം ഒരുപക്ഷെ ബോധപൂർവം ആ ഒരു പ്രിന്റ് പല മീഡിയകളിലൂടെ ലീക്ക് ചെയ്തായിരിക്കാനായിരിക്കും ചാൻസ്. എച്ച് വിനോദ് എന്ന് പറയുന്ന സംവിധായകനാണ് ഈ പടത്തിൻ്റെ സംവിധാനം. അറിയാം, എച്ച് വിനോദ് എന്ന് പറയുന്ന ചതുരംഗവേട്ട എന്ന് പറയുന്ന ചിത്രത്തിലൂടെയാണ് എച്ച് വിനോദ് സിനിമാ രംഗത്തേക്ക് വരുന്നത്. അതിനുശേഷം ധീരൻ അധ്യായം 1 അങ്ങനെ ഒരു പടം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സിനിമയായിരുന്നു. അജിത്തിനെ വെച്ച് 2-3 ചിത്രങ്ങൾ ചെയ്തെങ്കിലും പരാജയമെന്ന് പറയാൻ പറ്റില്ലെങ്കിലും മുടക്കുമേൽ തിരിച്ചു പിടിച്ച ചിത്രങ്ങളാണ്. എച്ച് വിനോദും വിജയും തമ്മിൽ കൈകോർക്കുന്നു. അതായിരുന്നു ജനനായകന്റെ ഏറ്റവും വലിയ ഒരു പ്രതീക്ഷ, പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. അത് തന്നെയുമല്ല, നമുക്കറിയാം, നമ്മളൊക്കെ ട്രോളുന്ന തെലുങ്കിൻ്റെ ബാലകൃഷ്ണ എന്ന് പറയുന്ന തെലുങ്ക് സൂപ്പർ സ്റ്റാറിന്റെ ചിത്രത്തിന്റെ ഒരു തമിഴ് പതിപ്പാണ്. അല്ല, തമിഴ് പതിപ്പ് എന്ന് പറയാൻ പറ്റില്ല. അതിന്റെ ഒരു സീൻ ഭീമമായ ഏകദേശം 150 കോടിയോളം മുടക്കിയാണ് ഒരു ഫൈറ്റ് സീക്വൽ മാത്രം ആ ചിത്രത്തിൽ നിന്ന് അതേപടി പകർത്തിയിട്ടുള്ളത്. ആ ഒരു സീനാണ് ടീസറിൽ വന്നിട്ട് എല്ലാവരും ഇത് റീമേക്ക് ആണെന്ന് പറയുമ്പോഴും സംവിധായകൻ പറയുന്നുണ്ട് ഇത് റീമേക്ക് അല്ല, അതിലെ ഒരു രംഗം മാത്രം ചിത്രത്തിലേക്ക് ചേർത്തിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ലീക്ക് ചെയ്തിരിക്കുന്ന രംഗങ്ങൾ വെച്ചിട്ട് പലരും പറയുന്നു ഇതൊരു റീമേക്ക് ചിത്രം തന്നെയാണ്, ആ ചിത്രത്തിൻ്റെ പൂർണ്ണ രംഗങ്ങൾ തന്നെയാണുള്ളത്. പക്ഷേ വിജയ് അതിലേക്ക് വന്നു എന്നുള്ള ഒഴിച്ചു കഴിഞ്ഞാൽ ആ ചിത്രം തന്നെയാണ് എന്ന് പറയുമ്പോൾ ഒരു റീമേക്ക് ചിത്രമെന്നല്ല നമ്മുടെ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം പടം റീമേക്ക് ആണോ അല്ലെങ്കിൽ ആ പടത്തെ റീമേക്ക് ചെയ്തതാണോ, ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയങ്ങളല്ല. ജനനായകൻ പറഞ്ഞു വയ്ക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട്, തമിഴ്നാടിൻ്റെ രാഷ്ട്രീയം. ടീസറിൽ തന്നെ ഒരു ഡയലോഗ് വിജയ് പറഞ്ഞിട്ട് അതാണ് ഈ പറയുന്ന തമിഴക രാഷ്ട്രീയത്തെ ഒന്നാകെ പിടിച്ചുലച്ചതും ഇപ്പോൾ സിനിമയ്ക്കെതിരെ ചെറിയ പ്രശ്നങ്ങളൊക്കെ, ചെറുതല്ല വലിയ പ്രശ്നങ്ങൾ വന്നത്. ഏകദേശം 400 കോടി ബജറ്റുള്ള ചിത്രം ഇപ്പോഴും പെട്ടിക്കുള്ളിൽ തന്നെ ഇരിക്കുന്നു. അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. പക്ഷേ ടീസറിൽ ഒരു പ്രത്യേക ഭാഗത്ത് വിജയ് ഒരു ഡയലോഗ് പറയുന്നുണ്ട്. നാട്ടുക്ക് നല്ലത് ചെയ്യലാമെന്ന് അരസിയലേക്ക് വന്ന കൊല പണിടുവിയ. വിജയ് ഒരുപക്ഷെ ഈ ഡയലോഗ് ആയിരിക്കാം മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ ട്രിഗർ ചെയ്തത്. അത് അവരെ ട്രിഗർ ചെയ്തുകൊണ്ടാണോ പടം? ഒരുപക്ഷെ കേന്ദ്ര ഗവൺമെന്റിനും അതായത് തമിഴ്നാട് സർക്കാരിനും ആ ഒരു മന്ത്രിസഭയ്ക്കും വിജയ് ഒരു എതിരാളി ആയേക്കുമോ എന്നുള്ള ഒരു എന്താ പറയുക, ഒരു പേടി അല്ലെങ്കിൽ ഒരു ആകാംക്ഷയായിരിക്കാം ആ ഒരു സിനിമ വെളിച്ചം കാണാതെ ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ വിജയുടെ പൊളിറ്റിക്സ് എന്താണ്? എന്ത് പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടിലാണ് വിജയ് വരുന്നത്? വിജയ് സ്വന്തമായി ഒരു പാർട്ടി ഉണ്ടാക്കുന്നു, TVK, തമിഴക വെற்றி കഴകം എന്ന പേരിൽ ഒരു പാർട്ടി ഉണ്ടാക്കുന്നു. അതിനുശേഷം ഈ വിജയ് കുറച്ച് ആളുകളെ വിളിച്ചു കൂട്ടുന്നു, അല്ലെങ്കിൽ വിജയ് നിൽക്കുന്നിടത്ത് ആൾ വരുന്നു. ഇതൊക്കെ സ്വാഭാവികമാണ്. ഇവിടെ നമ്മുടെ മോഹൻലാലും നമ്മുടെ മമ്മൂട്ടിയും ഒരു പൊതു സദസ്സിൽ വരുന്നുണ്ടെങ്കിൽ അത് ടിക്കറ്റ് വെച്ചുള്ളതല്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായും ജനങ്ങളെത്തും. നമുക്കറിയാവുന്നതാണ്, ജനങ്ങൾ വരാറുണ്ട്. ഇപ്പോൾ കരൂർ നമ്മൾ കണ്ടതാണ്. കരൂരിൽ നടന്നിട്ടുള്ള വൻ ദുരന്തം. ഒരു പൊതുപരിപാടി സംഘടിപ്പിക്കുമ്പോൾ അവിടെ സ്വീകരിക്കേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ പാലിക്കപ്പെട്ടിട്ടില്ല. അവിടെ വലിയൊരു ദുരന്തം നടക്കുന്നു. ഏകദേശം 40ഓളം പേർ മരണപ്പെടുന്നു. കരൂർ ദുരന്തം എന്ന പേരിൽ അതൊരു ബ്ലാക്ക് മാർക്കായി തമിഴക രാഷ്ട്രീയത്തിൽ അടയാളപ്പെടുത്തുന്നു. അതിൻ്റെ പേരിൽ DMKയും ADMKയും ആണ് എന്ന് വിജയ് ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴും അവിടെ സ്വീകരിക്കാതെ പോയ സുരക്ഷാ മുൻകരുതലുകൾ തന്നെയല്ലേ അത്തരം ഒരു ദുരന്തത്തെ അവിടെ വരുത്തി വെച്ചത്? അതെ, ഒരു പക്ഷേ വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തെ എതിർക്കുന്ന പാർട്ടികളുടെ ഒരു മുൻകരുതലായിരിക്കാം ആ ഒരു ദുരന്തം, കരുതിക്കൂട്ടി വെച്ച ദുരന്തം എന്ന് വേണമെങ്കിൽ സൂചിപ്പിക്കാം. അതിനുശേഷം അതിന് മാത്രമല്ല, ഈ തമിഴ്നാട് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഈ കുടുംബിരിക്കൊണ്ട പ്രചരണങ്ങളാണ് തമിഴ്നാട്ടിൽ നടക്കുന്നത്. പക്ഷേ അതേസമയം ഇപ്പോൾ ഈ അടുത്തിടെയായിട്ട് 4ഓളം പ്രചരണങ്ങൾ വിജയ് നേരിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. ആ പാർട്ടിയുടെ പ്രചരണങ്ങളിൽ നിന്നും വിജയ് വിട്ടു നിൽക്കുന്നു, അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാത്ത
ഒരു സിറ്റുവേഷൻ നമുക്ക് തമിഴ്നാട്ടിൽ നോക്കിയാൽ കാണാൻ കഴിയും. ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു വിജയുടെ രാഷ്ട്രീയ പ്രവർത്തനത്തെ നെഗറ്റീവായി ബാധിക്കുമോ എന്നുള്ള ഒരു ചോദ്യത്തിലേക്കാണ്. ഇപ്പോൾ ഈ ജനനായകൻ്റെ സീൻസ് ലീക്കായതും ജനനായകൻ സിനിമ പൂർണ്ണമായി ലീക്കായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അണിയറ പ്രവർത്തകർ പറയുന്നു സിനിമ പൂർണ്ണമായല്ല, സിനിമയിലെ ചില സുപ്രധാന രംഗങ്ങളാണ്. ഈ രംഗങ്ങളൊക്കെ തന്നെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ രംഗങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം നമ്മൾ നടത്തുമ്പോൾ ഇതെല്ലാം തന്നെ വിജയുടെ പൊളിറ്റിക്സിനെ കാണിക്കുന്ന രംഗങ്ങളാണ് ലീക്കായിട്ടുള്ളത്. അതായത് വിജയ് എന്താണോ തമിഴക മക്കളോട് അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ ജനങ്ങളോട് വിജയ് തൻ്റെ സിനിമയിലൂടെ പറയാൻ ശ്രമിക്കുന്ന എന്താണോ, ഇത് ആദ്യത്തെ സംഭവമല്ല ഇങ്ങനൊരു പറച്ചിൽ. കാരണം വിജയ് ശരിക്കും പറഞ്ഞാൽ തലൈവ എന്ന് പറയുന്ന സിനിമ റിലീസാകുന്ന സമയം തൊട്ടാണ് വിജയ് ശരിക്കും പറഞ്ഞാൽ തൻ്റെ പൊളിറ്റിക്സ് അല്ലെങ്കിൽ തൻ്റെ പൊളിറ്റിക്സിലേക്കുള്ള തൻ്റെ എൻട്രി അടയാളപ്പെടുത്താൻ തുടങ്ങുന്നത് ഈ തലൈവ എന്ന് പറയുന്ന ചിത്രം മുതലാണ്. അതറിയാം, അന്ന് ജയലളിതയാണ് ഭരിക്കുന്ന ആ സമയത്ത് തമിഴ്നാട്ടിൽ പടത്തിൻ്റെ റിലീസ് തടയുന്നു, കേരളത്തിൽ മാത്രം പടം റിലീസ് ചെയ്യുന്നു. തമിഴ്നാട്ടിൽ നിന്നും പടം കാണുവാനായി കേരളത്തിലേക്ക് വരുന്നു, ആൾക്കാർ വരുന്നു. തമിഴ്നാട്ടിൽ പടം റിലീസാകുന്നതിൻ്റെ പേരിൽ ആത്മഹത്യകൾ നടക്കുന്നു. അതിനുശേഷം വന്നിട്ടുള്ള പുലി എന്ന് പറയുന്ന ചിത്രത്തിലും വ്യക്തമായി തൻ്റെ പൊളിറ്റിക്സ് വിജയ് പറഞ്ഞു വെക്കുന്നുണ്ട്. പല ഡയലോഗുകളിലും പല സീനുകളിലും ഐ ആം കമ്മിങ് ടു പൊളിറ്റിക്സ് എന്നുള്ള ഒരു സിഗ്നേച്ചർ കൊടുക്കുന്നുണ്ട്. പിന്നീട് വന്നിട്ടുള്ള എല്ലാ ചിത്രങ്ങളും തന്നെ ഈ അവസാനം ഇറങ്ങിയിട്ടുള്ള വിജയുടെ ലാസ്റ്റ് ചിത്രമായുള്ള ഗോട്ട് വരെയുള്ള ചിത്രങ്ങളുടെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ചിത്രത്തിലും വിജയ് തൻ്റെ രാഷ്ട്രീയം എന്താണ് അല്ലെങ്കിൽ തൻ്റെ പൊളിറ്റിക്സ് എന്താണെന്ന് പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് ആഷിക്കിനും അറിയാവുന്നതാണ്. അത് ഒരു കാര്യം. അത് ഇപ്പോൾ തലൈവ, പുലി അതുപോലുള്ള സിനിമകളുടെ പേര് പറഞ്ഞു. പക്ഷേ ഈ പ്രത്യക്ഷമായിട്ട് വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങും എന്നൊരു മുൻകൂട്ടി സൂചന നൽകിയ ഒരു സിനിമയായിരുന്നു AR മുരുകദാസ് ഡയറക്ട് ചെയ്ത സർക്കാർ. ആ സർക്കാർ എന്ന സിനിമയിൽ ഈ രണ്ട് മുന്നണികളെ ഡയറക്റ്റ് ആയിട്ട് എതിർക്കുന്നുണ്ട്. അതിലെ നായകൻ ഒരു കോർപ്പറേറ്റ് ഓണർ നാട്ടിലേക്ക് വോട്ട് ചെയ്യാൻ വരുന്നു, അദ്ദേഹത്തിന്റെ വോട്ട് ഒരാൾ കള്ള വോട്ട് ചെയ്യുന്നു. അങ്ങനെ ചില പ്രശ്നങ്ങളിലൂടെ ഇദ്ദേഹം നേരിട്ട് രാഷ്ട്രീയത്തെ തൻ്റെതായിട്ടുള്ള പാർട്ടി, തൻ്റെതായിട്ടുള്ള രാഷ്ട്രീയം, അത് സാധാരണക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു. അത് തന്നെയാണ് ഇവിടെ TVKയുടെ തമിഴക വെട്ടിക്കഴകം എന്നുള്ള പാർട്ടിയിലും സംഭവിച്ചിരിക്കുന്നത്. ആഷിക്ക് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ TVKയുടെ ചടങ്ങുകൾക്ക് വരുന്ന എല്ലാവരും TVKയുടെ രാഷ്ട്രീയ പ്രവർത്തകരല്ല എന്നുള്ളത് നഗ്നമായ സത്യമാണ്. അത് ആഷിക്കിനും അറിയാം, എനിക്കും അറിയാം, ഇവിടുത്തെ അത്യാവശ്യം തലച്ചോറുള്ള എല്ലാവർക്കും തന്നെ അറിയാം. അവിടെ ആഘോഷിക്കപ്പെടുന്നത് വിജയ് എന്ന് പറയുന്ന സ്റ്റാറാണ്, താരമാണ്. ഇവിടെ ഈ ഗോട്ട് സിനിമയിൽ വിജയുടെ ആ ഇൻട്രോ സോങ് തന്നെ വിസിൽ പോഡ് എന്നാണ്. വിസിൽ പോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോങ് ആണ് ഇൻട്രോ സോങ്. വിജയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം വിസിലാണ്, വിസിൽ ഊതിയാണ് വിജയ് വരുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും താൻ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ അതേ വിജയ് തന്നെ ജനങ്ങളെ വല്ലാതെ ഭയക്കുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ, അതിൻ്റെ ഉത്തമ ഉദാഹരണം സഹിതം പറഞ്ഞാൽ അതല്ല എന്ന് ആഷിക്കിന് പറയാൻ സാധിക്കുമോ? കാരണം ഇന്നലെ കന്യാകുമാരി നടക്കുന്ന റോഡ് ഷോ ശരിക്കും പറഞ്ഞാൽ അതൊരു ഷോയാണ്. കാരണം ക്യാരവനിൽ വരുന്ന വിജയ് തൻ്റെ സൈക്കിൾ ക്യാരവനിൽ നിന്ന് ഇറക്കുന്നു. ആ സൈക്കിൾ ചവിട്ടി വരുമ്പോൾ ഒരു ആരാധകൻ ഒരു പൂപ്പന്ത്, അതായത് പൂക്കൾ ചുരുട്ടി ഒരു പന്ത് പോലാക്കി വിജയെ വട്ടം ചുരുട്ടി മേലേക്ക് എറിയുമ്പോൾ ജനങ്ങളെ മുന്നിൽ നിന്ന് നയിക്കുന്ന നേതാവ്, തലൈവൻ, പുലി, അതല്ലെങ്കിൽ എന്താ പറയുന്നത്, നമ്മൾ ലിയോ ഈ ചിത്രത്തിലൊക്കെ കണ്ടിട്ടുള്ള മാസ് ഹീറോ, ദ മാൻ ഓഫ് മാസ് എന്ന് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വിജയ് എന്നൊരു പേര് തെളിഞ്ഞു വരും. കാരണം ദ മാൻ ഓഫ് മാസ് എന്ന വിശേഷണത്തിന് ഇന്ത്യൻ സിനിമയിൽ അല്ലെങ്കിൽ ലോക സിനിമയിൽ തന്നെ ദ മാൻ ഓഫ് മാസ് എന്ന് പറയുന്ന വിശേഷണമുള്ള ഒരേ ഒരു താരം, അത് ദളപതി വിജയ് എന്ന് പറയുന്ന ജോസഫ് വിജയ് ചന്ദ്രശേഖറാണ്. ആ ദ മാൻ ഓഫ് മാസ് ഇന്നലെ ഒരു പൂപ്പന്തിനെ ഭയന്ന് തിരിഞ്ഞോടുന്ന കാഴ്ചയ്ക്കും ഇതേ ലോകം തന്നെ സാക്ഷിയാകേണ്ടി വന്നു. ശരിക്കും പറഞ്ഞാൽ തന്നെ വളർത്തി വലുതാക്കി താൻ മക്കൾക്ക് വേണ്ടി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ആ മക്കളെ എന്തിനാണ് വിജയ് ഭയക്കുന്നത്? അത് മാത്രമല്ല, ഇപ്പോൾ സുരക്ഷാ മാനദണ്ഡങ്ങൾ എന്ന് പറയരുത്. കാരണം യാതൊരു സുരക്ഷാ മാനദണ്ഡവും ഇല്ലാതെയാണ് ഒരു തുറന്ന സൈക്കിളിൽ അദ്ദേഹം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം സുരക്ഷാ പാളിച്ച ഉണ്ടായി എന്ന് പറയരുത്. പലരും ഇറങ്ങി വരുന്നുണ്ട്. പക്ഷേ ഒരു ഉരുണ്ട പന്ത്, ഒരു ഉരുണ്ട വസ്തുവിനെ ബോംബം തെറ്റിദ്ധരിച്ചാണ് ഓടുന്നത്. വിജയ്ക്ക് ശരിക്കും ഒരു ഭീഷണി ഉണ്ടോ? ഭീഷണി ഒരു പക്ഷേ ഇതിനു മുമ്പുണ്ടായ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയുള്ള ആക്രമണം കണ്ട് ഭയന്ന ആയിരിക്കാം അദ്ദേഹം ആ ഒരു പതർച്ച, അദ്ദേഹത്തിന് ആ പതർച്ച ഉണ്ടായത്. കാരണം ഈ റീലല്ലോ റിയൽ ലൈഫ്. ഇപ്പോൾ ഈ തുപ്പാക്കി സിനിമയിൽ കണ്ടതുപോലെ ഫസ്റ്റ് ഹാഫിന് മുമ്പുള്ള ഒരു സീനുണ്ട്. അതായത് ഒരു ബസ്സിന് ഉള്ളിൽ ഒരു ബ്ലാസ്റ്റ് ഉണ്ടാകുന്നു. ഇത് കാണുന്ന നായകൻ ഓടിച്ചെന്ന് പ്രതിയെ പിടിക്കുന്നു. ഇതേ നായകനാണ് ഒരു പൂവിൻ്റെ ഒരു ബോൾ കണ്ടിട്ട് സൈക്കിളിട്ട് പിന്തിരിഞ്ഞ് ഓടുന്നത്. കാരണം ജീവന് ആർക്കായാലും പേടിയുണ്ടാവും. എനിക്കായാലും പ്രശാന്ത് ഏട്ടനായാലും വിജയ്ക്കായാലും സ്വന്തം ജീവനോട് ഭയം ഉണ്ടാവില്ലേ? വിജയ് ആഘോഷിക്കപ്പെടുന്നത് സ്ക്രീനുകളിലാണ്, തിയേറ്ററുകളിലാണ്.
വിജയ് എന്ന് പറയുന്ന നായകൻ ചെയ്തു വെച്ചിട്ടുള്ള കഥാപാത്രങ്ങളെയാണ് ജനങ്ങൾ ആരാധിച്ചിട്ടുള്ളത്. അല്ലാതെ വിജയ് എന്ന് പറയുന്ന ഒരു വ്യക്തി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ പലരും വിജയെക്കുറിച്ച് പല ആരോപണങ്ങളും ഉന്നയിക്കുന്നുണ്ട്. തമിഴകത്തെ പല താരങ്ങളും വിജയുടെ ഭാഗത്തു നിന്നുണ്ടായ മോശം അനുഭവങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. വിജയുടെ അച്ഛൻ്റെ മാനേജരായിരുന്ന ശേഷം വിജയുടെ മാനേജരായിരുന്ന ഒരു വ്യക്തി വിജയ് സ്ലാപ്പ് ചെയ്തു എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരുന്നു. അദ്ദേഹത്തിന് അത് വളരെ മാനസിക വിഷമം ഉണ്ടാക്കി. പക്ഷേ വിജയ് എന്ന് പറയുന്ന താരം ജനങ്ങൾക്ക് മുൻപിൽ ഒരു ഐക്കണായി നിൽക്കുമ്പോൾ വിജയ് എന്ന് പറയുന്ന റിയൽ മാൻ അല്ലെങ്കിൽ വിജയ് എന്ന് പറയുന്ന യഥാർത്ഥ മനുഷ്യൻ അയാളൊരു ഐക്കണാണോ? കാരണം അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ പേരിൽ ഉന്നയിച്ചുള്ള ആരോപണങ്ങൾ നമ്മൾ കേട്ടതാണ്. വിജയ്ക്കെതിരെ ഭാര്യ സംഗീത ആരോപിച്ച ആരോപണങ്ങൾ നമ്മൾ എല്ലാം കേട്ടിട്ടുണ്ട്. സ്വന്തം മകൻ അദ്ദേഹത്തെ ഇൻസ്റ്റഗ്രാമിൽ നിന്നും ട്വിറ്ററിൽ നിന്നും എല്ലാം അൺഫോളോ ചെയ്തിരിക്കുന്നു. തൻ്റെ പേരിനൊപ്പമുള്ള വിജയ് എന്ന് പറയുന്ന വിശേഷണം മകൻ മുറിച്ചു മാറ്റിയിരിക്കുന്നു. പകരം അമ്മയുടെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം പേരിനോട് ചേർക്കുന്നു. ഇങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവ് എങ്ങനെ നിൽക്കണമോ അതിൻ്റെ എല്ലാം ഓപ്പോസിറ്റാണ് വിജയ്ക്കെതിരെ വരുന്ന ആരോപണങ്ങളെല്ലാം തന്നെ. അതേ സമയത്ത് തന്നെ ഈ കരൂര് ദുരന്തം നടന്നപ്പോൾ വിജയ് അവിടെ നിന്നും ആ മൊമെന്റിൽ എസ്കേപ്പ് ആവുകയാണ്. അതിനുശേഷം അദ്ദേഹം ഒരു വീഡിയോയിലൂടെയാണ് ഈ DMKക്കെതിരെയും ADMKക്കെതിരെയുമുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. പക്ഷെ അതിനൊന്നും അടിസ്ഥാനങ്ങളൊന്നും തന്നെ ഇല്ല. ഏകദേശം 150 കോടിയോളം തൻ്റെ പ്രതിഫലം വാങ്ങിക്കൊണ്ടിരുന്ന സമയത്താണ് ഇതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് വിജയ് ഈ പറയുന്ന രാഷ്ട്രീയത്തിലേക്ക് പൊളിറ്റിക്സിലേക്ക് ഇറങ്ങുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നൊരു സംശയമാണ് ഞാനിവിടെ ഉന്നയിക്കുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ ഈ 150 കോടി പ്രതിഫലത്തെക്കാളേറെ പൊളിറ്റിക്സിൽ നിന്ന് എന്തായാലും ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങുന്നു എന്ന് വിജയ് പറയുന്നതിനോടൊന്നും പച്ച തൊടാതെ നമുക്ക് വീഴുവാനൊന്നും പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ല. കാരണം ചക്കരക്കുടവാണ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു ചക്കരക്കുടവാണ്. അതിനുള്ളിൽ കൈയിട്ട് കഴിഞ്ഞാൽ നക്കാത്തവരാരും തന്നെ ഇല്ല. അതിപ്പോൾ ഹരിശ്ചന്ദ്രനാണെങ്കിലും ചക്കരക്കുടത്തിൽ കൈയിട്ടാലും നക്കും. ഇപ്പം സിനിമയേക്കാൾ ലാഭം പൊളിറ്റിക്സിൽ നിന്നും ഉണ്ടാക്കാമെന്നുള്ള ഒരു കുടില തന്ത്രമല്ലേ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ എല്ലാം ഉപേക്ഷിച്ച് വരുന്നു എന്നുള്ള ഒരു ഗിമിക്സിന് പിന്നിൽ. അതുപോലെ തന്നെ ഈ പറയുന്ന ഇലക്ഷൻ നോമിനേഷൻ സമർപ്പിക്കുന്ന സമയത്ത് വിജയ് പറയുന്നത് എനിക്ക് വെറും 400 കോടിയുടെ ആസ്തിയേ ഉള്ളൂ, ഒരു മാരുതി സ്വിഫ്റ്റ് കാർ മാത്രമാണ് എനിക്കുള്ളത്, പിന്നെ ഉള്ളത് ഒരു മോപ്പഡ് എന്ന് പറയുന്നത് പാലക്കാട് മുതൽ, അതായത് തമിഴ്നാട് ബോർഡർ ആരംഭിക്കുന്ന പാലക്കാട് മുതൽ നോക്കിക്കഴിഞ്ഞാൽ മോപ്പഡ് ഒരു ദേശീയ വാഹനമാണ്. ടി വി എസിൻ്റെ കമ്പനിയുള്ള മോപ്പഡ്, ആ ഒരു മോപ്പഡും ഒരു സ്വിഫ്റ്റ് കാറും മാത്രമേ എനിക്കുള്ളൂ, എനിക്ക് 400 കോടി രൂപയുടെ ആസ്തിയേ ഉള്ളൂ എന്ന് വിജയ് പറയുമ്പോൾ ഏകദേശം വിജയുടെ ഈ പറയുന്ന വിജയുടെ പ്രതിഫലം 100 കോടിയാകുന്നത് എൻ്റെ അറിവ് വെച്ചിട്ട്, എൻ്റെ പരിമിതമായ അറിവ് വെച്ചിട്ട്, അത് ശരിയല്ല തെറ്റാണെങ്കിൽ ക്ഷമിക്കുക, എൻ്റെ പരിമിതമായ അറിവ് വെച്ചിട്ട് വിജയ് 100 കോടി വാങ്ങിക്കാൻ തുടങ്ങുന്നത് ജില്ല എന്ന് പറയുന്ന സിനിമ തുടങ്ങിയാണ്. അതിനുശേഷം എത്രയോ സിനിമകൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നു. അങ്ങനെ നോക്കിയെങ്കിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രതിഫലം ഏകദേശം 800 കോടിക്ക് മുകളിലാണ്. അതിനെ നേർ പകുതിയായി കാണിക്കുന്നു. അദ്ദേഹത്തിൻ്റെ റോൾസ് റോയ്സ് കാറുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. കോടികൾ ആസ്തിയുള്ള, കോടികൾ വില വരുന്ന റോൾസ് റോയ്സ്, 3 കോടിയോളം വിലയുള്ള റോൾസ് റോയ്സിന്റെ ഫാൻറ്റം എഡിഷൻ ആണ് കയ്യിലുള്ളത്. റോൾസ് റോയ്സിന്റെ ആ വാഹനം ഈ പറയുന്ന പ്രകടന പത്രികയിൽ നിന്ന് എടുത്തു മാറ്റുന്നു. സത്യസന്ധനാണെങ്കിൽ, ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നുണ്ടെങ്കിൽ തന്റെ പൂർണ്ണമായ ആസ്തി എന്തുകൊണ്ട് വിജയ് വെളിപ്പെടുത്താൻ ഭയക്കുന്നു? അതായത് ഒരു സ്റ്റാർഡത്തിനേക്കാൾ ഒരു പവർഫുൾ ആയ ഒരാൾക്കും സ്റ്റാർഡം ഉള്ളവർക്കും വ്യത്യാസമുണ്ട്. സ്റ്റാർഡം എന്ന് പറയുമ്പോൾ ഒരാൾ നിന്നാൽ ചുറ്റും ഓടിക്കൊടുന്ന ഒരു സ്റ്റാർഡമാണല്ലോ. പക്ഷെ അധികാരം എന്ന് പറയുമ്പോൾ ഒരു കമാൻഡിങ് പവർ, ഇതായിരിക്കാം ഒരു പക്ഷേ വിജയെ രാഷ്ട്രീയത്തിലേക്ക് നയിച്ചത്. സത്യങ്ങളെ മറച്ചു വെച്ച് വേണം രാഷ്ട്രീയത്തിലേക്ക് വരാൻ. അങ്ങനെ നോക്കിയാൽ എല്ലാവരും സത്യങ്ങൾ മറച്ചിട്ടില്ല. ഏത് പൊളിറ്റീഷ്യനാണ് സത്യസന്ധമായിട്ടുള്ള ഒരു സ്വത്തുവകകൾ രേഖപ്പെടുത്തി? ഒരാളുമില്ല. പക്ഷെ അവിടെ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. മറ്റൊരു പൊളിറ്റീഷ്യൻസും അവകാശപ്പെടാത്ത അവകാശവാദങ്ങളോടെയാണ് വിജയ് പൊളിറ്റിക്സിലേക്ക് കടന്നു വരുന്നത്. തമിഴ്നാടിൻ്റെ മുഖച്ഛായ മാറ്റണം, തമിഴ്നാട്ടിൽ നിന്ന് കള്ളത്തെ അടിച്ച് പുറത്താക്കണം, തമിഴ്നാട്ടിൽ കള്ളത്തരങ്ങൾ ചെയ്യുന്ന പൊളിറ്റീഷ്യൻസിനെ പാഠം പഠിപ്പിക്കണം, തമിഴ്നാട്ടിൽ തേനൊഴുക്കണം പാലൊഴുക്കണം എന്ന് പറഞ്ഞ് ജനങ്ങൾക്ക് വേണ്ടി വിജയ് വരുന്നു. ഉങ്കൾ വിജയ്, അതാണ് അയാളുടെ ആ ഒരു ഇലക്ഷൻ ഗാനം പോലും. ഉങ്കൾ വിജയ് വരാ, അതായത് നിങ്ങളുടെ വിജയ് വരുന്നു. ആ വിജയ് ജനങ്ങളുടെ മുന്നിൽ എന്തിനാണ് സത്യങ്ങളെ മറച്ചു വയ്ക്കുന്നത്? വിജയുടെ ആസ്തി എന്തിന്, യഥാർത്ഥ ആസ്തി എന്തിന് മറച്ചു വയ്ക്കുന്നു? വിജയുടെ ആ ഒരു വീടിന് തന്നെ ഏകദേശം 200 കോടി 300 കോടി മുടക്ക് മുതൽ വരുന്നതാണ്. ചുറ്റും മതിലുകൾ കെട്ടി ഉയർത്തി വൻ സുരക്ഷയിലുള്ള വീട്. അദ്ദേഹം അതൊരു ഇലക്ഷൻ സമയത്ത് അദ്ദേഹം പുറത്തു പോയിട്ടുള്ള ഒരു സൈക്കിളുണ്ട്, നമുക്കറിയാം. പെട്രോൾ വില വർധനവിനെതിരെ സൈക്കിളിൽ
അദ്ദേഹം വോട്ട് വോട്ട് ചെയ്യാനെത്തി ചെയ്യാൻ പോയി പ്രതിഷേധിച്ച വൈറലായ ഒരു വീഡിയോ. ആ സൈക്കിൾ തന്നെ ഏകദേശം 60,000 രൂപ 70,000 രൂപയ്ക്ക് മുകളിൽ വിലയുള്ള ഏകദേശം 1 ലക്ഷം രൂപ അടുത്ത് വില വരുന്ന ഒരു സൂപ്പർ സൈക്കിളാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഒന്നും ആസ്തി അദ്ദേഹം ഇതൊന്നും നമുക്കറിയേണ്ട ആവശ്യമില്ല, അദ്ദേഹത്തിൻ്റെ ആസ്തി അറിഞ്ഞിട്ട് നമുക്കൊന്നുമില്ല. പക്ഷേ ആസ് എ സ്റ്റാർ സ്ക്രീനിൽ വിജയ് എന്ന് പറയുന്ന താരം എന്തൊക്കെയോ ആണ്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. പക്ഷേ പൊളിറ്റിക്സിലേക്ക് വരുമ്പോൾ അദ്ദേഹവും എന്തൊക്കെയോ കള്ളങ്ങൾ കാണിക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ ഇല്ലെന്ന് പറയാൻ പറ്റുമോ? അത് പറയാൻ കഴിയില്ല. പക്ഷേ മറ്റൊരു കാര്യമുണ്ട്. അതിനിടയ്ക്ക് എൻ ഡി എ വിജയെ ക്ഷണിച്ചുകൊണ്ടൊരു ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് സ്വീകരിച്ചിരുന്നല്ലോ, സ്വീകരിച്ചിരുന്നു. തമിഴ്നാട് മന്ത്രിസഭ രൂപീകരിച്ചാൽ അതിൽ രണ്ടാമൻ എന്നുള്ള ഒരു ഓപ്ഷൻ എൻ ഡി എ മുന്നോട്ട് വെച്ചു, ആഭ്യന്തരമന്ത്രിയാവാൻ. പക്ഷേ ആദ്യം സമ്മതിച്ചില്ലെങ്കിലും അതിൽ നിന്ന് പിന്നോട്ട് മാറുകയായിരുന്നു വിജയ് ചെയ്തത്. ഏറ്റവും കൂടുതൽ ഈ പറയുന്ന BJP-യെയും NDA-യും കടന്നാക്രമിച്ചിട്ടുള്ളത് വിജയ് തന്നെയാണ്. അതെ, ഇപ്പോൾ ലാസ്റ്റ് നടന്ന ഇ ഡി നടത്തിയ പരിശോധനയും കാര്യങ്ങളും എല്ലാം, ആ ഒരു പരിശോധനയിൽ അദ്ദേഹം നേടിയ സിനിമയുടെ കളക്ഷനും കാര്യങ്ങളും എല്ലാം അതേപടി പുറത്തു വന്നു. ആരാധകർ ഒരുപാട് ആഹ്ലാദത്തിലായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ ഒരു പോയിന്റിൽ ഈ ഒരു NDA-യുടെ ഒരു ഹോൾഡ് വിജയ് ഭയന്നിരുന്നു എന്ന് വേണം പറയാൻ. ഇനിയിപ്പോൾ വിജയ് ജയിച്ചാൽ TVK ജയിച്ചാൽ തന്നെ TVKക്ക് സാധ്യത ഉണ്ടായാൽ തന്നെ NDA ആയിട്ട് കൈ കോർക്കാനുള്ള ഒരു സാധ്യത അവിടെ ആവില്ല. ഇപ്പോൾ ജനങ്ങൾ അറിയേണ്ട കാര്യങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കുവാനായി വിജയുടെ കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെയാണ് ലീക്ക് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞാൽ അത് ആഷിഖിന് അതിനെ അങ്ങനെ അല്ല എന്ന് പറയാൻ സാധിക്കുമോ? ഇല്ല, ഒരു കാരണവശാലും ഞാൻ ആ വാദം തള്ളിക്കളയുക. കാരണം ഈ സിനിമയിൽ പ്രതിപാദിക്കുന്ന രാഷ്ട്രീയം ജനങ്ങളിലേക്ക് എത്തണം എന്ന് അല്ലെങ്കിൽ വിജയിയുടെ വിജയ്ക്ക് തന്നെ താല്പര്യമുണ്ട്, അദ്ദേഹത്തിന് താല്പര്യമുണ്ട്. അതുകൊണ്ട് വളഞ്ഞ വഴിയിലൂടെ ആ ഒരു പ്രിന്റ് 3 മണിക്കൂർ ദൈർഘ്യം വരുന്ന പ്രിന്റ് ഇന്റർനെറ്റിൽ ലീക്കാക്കുന്നു. അത് മാത്രമല്ല, അതിൽ ലീക്കായി എന്നുള്ള രീതിയിൽ അവർ പരാതി കൊടുക്കുന്നു. ഇത് പ്രചരിപ്പിച്ചവർക്കും അത് ഡൗൺലോഡ് ചെയ്തവർക്കുമെതിരെ കേസ് കാര്യങ്ങളുമെല്ലാം ഒരു പുകമറ പോലെ സൃഷ്ടിക്കുന്നു. എങ്കിലും അവരുടെ ആ ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ള താല്പര്യം അവിടെ നടന്നു. ഈ ഒരു സിനിമ നാട് കാണണം എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് എത്രത്തോളം പേർ ആ സിനിമ ഡൗൺലോഡ് ചെയ്ത് കാണും. അപ്പോൾ ആ വിജയ് പറഞ്ഞു വയ്ക്കുന്ന ആ രാഷ്ട്രീയം ആ ഒരു ജനങ്ങളിലേക്ക് എത്തി. അത് ഒരു പക്ഷേ ഈ ഇലക്ഷനിൽ പ്രതിഫലിക്കാൻ ചാൻസ് ഉണ്ട്. രണ്ടിടത്താണ് വിജയ് ഒരേ സമയം മത്സരിക്കുന്നത്. ഈ വിജയുടെ ഒരു സാന്നിധ്യം, ഈ ഒരു സിനിമയുടെ ഒരു എഫക്റ്റും ഈ ഒരു തമിഴ്നാട് രാഷ്ട്രീയത്തെ ഇളക്കി മറിക്കാൻ സാധ്യതയുണ്ട്. എന്നാണെങ്കിൽ നമുക്ക് കാത്തിരിക്കാം, വിജയ് അധികാരത്തിൽ വരുമോ? എന്താണ് തമിഴ്നാടിന് ഇനിയിപ്പോൾ ഒരു വിജയ് രാഷ്ട്രീയമാണോ, TVK ആണോ ഇനി തമിഴ്നാട് ഭരിക്കാൻ പോകുന്നതെന്ന് നമ്മൾ കാത്തിരുന്ന് കാണുക തന്നെ ചെയ്യാം. എന്തായാലും ഒരു സിനിമ ഒരു സംവിധായകൻ്റെയും ഒരു പ്രൊഡ്യൂസറുടെയും ഒരു നടൻ്റെയും അധ്വാനത്തിൻ്റെ ഫലമാണ്. ഏകദേശം 400 കോടി KVN എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കമ്പനിയാണ് ഈ പടം നിർമ്മിച്ചിട്ടുള്ളത്. അവർക്ക് ഏകദേശം 400 കോടി രൂപ മുടക്കുള്ള ചിത്രത്തിൻ്റെ പ്രിൻ്റ് ലീക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വിജയുടെ അറിവോട് കൂടിയാണെങ്കിൽ ഒരിക്കലും ക്ഷമിക്കാനാവാത്ത ഒരു തെറ്റ് തന്നെയാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. നമുക്ക് കാത്തിരിക്കാം എന്താണ് തമിഴകത്തിൻ്റെ പുതിയ ചായ്വെന്ന്. ദളപതിയുടെ കൊടി, TVK-യുടെ കൊടി തമിഴകത്ത് പാറി പറക്കുമെന്ന്.